ഇതെന്തപ്പായിട്ടെന്നുള്ളത് ഞാൻ പറയുന്നില്ല, നിങ്ങളെന്തായാലും കണ്ടുപിടിച്ചോ. സംഭവം എന്തായാലും അടിപൊളിയാണ്. ഇപ്പം ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ ഇടിയപ്പപ്പൊടി 1 കപ്പ് എടുത്തിട്ടുണ്ട്. ആ 1 കപ്പിന് ഞാൻ 5 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു 3/4 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ചിട്ടാണ് ഞാൻ ആ മിക്സ് റെഡിയാക്കി വയ്ക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ കോൺഫ്ലവർ ആണ്. ഞാനത് 1 ടീസ്പൂൺ ആ ഒരു പൊടി കലങ്ങാൻ വേണ്ടി മാത്രമുള്ള വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ മിക്സ് തയ്യാറാക്കുക. പിന്നെ വേണ്ടത് നമുക്ക് ശർക്കര പാനിയാക്കുകയാണ് വേണ്ടത്. പണ്ടൊക്കെ ശർക്കരയായിരുന്നു ഞാൻ കണ്ടേക്കുന്നത്. ഇപ്പം കട്ടയുണ്ട്, ഉണ്ടയുണ്ട്. എനിക്കിവിടെ വെളുത്ത ശർക്കരയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാനിവിടെ ആദ്യം ഒരു 7 എടുത്തു. പിന്നെ മധുരം പോരാന്ന് തോന്നി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു 3 കൂടെ, അങ്ങനെ മൊത്തം 10 കട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് ഗ്യാസിൽ വയ്ക്കുക. പിന്നെന്താ, അങ്ങ് ഇളക്കിക്കൊണ്ടിരിക്കുക, ഇളക്കുക, തിരിച്ചും മറിച്ചും ഇളക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും കോൺഫ്ലവറൊക്കെ അങ്ങോട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോഴത്തേ തിക്കായിട്ട് വരുമ്പോഴത്തേക്കും നെയ്യ് അങ്ങോട്ട് ചേർക്കുക. ഞാനിവിടെ മൊത്തത്തിലൊരു 10 മിനിറ്റ് ഇടവിട്ട് എന്താ പറയുക, ഒരു 3 സ്പൂൺ അങ്ങോട്ട് നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. സൂക്ഷിക്കാന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ നിർദ്ദേശിക്കത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒക്കെ കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഞാൻ കുറച്ച് കാഷ്നട്ട് ചേർത്തു. പിന്നെ എന്തോ ശർക്കരയുടെ നിറം ഇതിന് കിട്ടിയോണ്ടാന്ന് തോന്നുന്നു, എനിക്കിതങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഓറഞ്ച് കളർ ഞാനങ്ങ് ചേർത്തു. എന്നാലെങ്കിൽ ഇവന് ഓറഞ്ച് കളറാവുമെന്ന് വിചാരിച്ചു, പക്ഷെ ആയില്ല. കുറച്ചും കൂടെ ശർക്കരയുടെ കട്ടി കളറായി വന്നു. സംഭവം എന്തായാലും മിക്സൊക്കെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ദേ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ചതും പിന്നെ കുറച്ച് കറുത്തള്ളും വെളുത്തുള്ളും എല്ലാം കൂടെ ചേർത്ത് അങ്ങ് മിക്സ് ചെയ്തെടുത്തു. ഇപ്പം തന്നെ നിങ്ങൾക്ക് സംഭവം മനസ്സിലായിട്ടുണ്ടാവും. അതെ, ഞാനിവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് അലുവയാണ്, നമ്മുടെ അലുവ ഹൽവ എന്നൊക്കെ പറയുന്നത്. പക്ഷേ എനിക്കെന്ന് തോന്നുന്നു അരിപ്പൊടിയുടെ ടേസ്റ്റ് കൊണ്ടാണോ എന്നറിയത്തില്ല, അതൊരു പുഡിങ് ടേസ്റ്റാണ് എനിക്ക് തോന്നിയത്. കഴിച്ചു നോക്കിയ അഭിപ്രായം പറഞ്ഞവരെല്ലാം ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അലുവയായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ പുഡിങ് രീതിയിലാണ് അവരും പറഞ്ഞത്. എനിക്കും അങ്ങനെ തന്നെയാണ് പേഴ്സണലി അഭിപ്രായം തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊരിക്കലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യില്ല. പിന്നെ എന്തായാലും ഞാൻ ഉണ്ടാക്കിയതല്ലേ, കഷ്ടപ്പെട്ടതല്ലേ ഇത്രയും. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈക്കൊക്കെ തരാം കേട്ടോ. അപ്പം ഞാൻ മൊത്തം 1 മണിക്കൂറാണ് എടുത്തത്. ഈ 1 മണിക്കൂർ ഇളക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം ബാക്കി മിക്സിങ്ങും കാര്യങ്ങളെല്ലാം വേറെയാണ്. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് 1 മണിക്കൂർ എടുത്ത് ഇളക്കിയാണ് ഈ ഒരു പരുവത്തിലാക്കിയത്. എന്തായാലും സംഭവം ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ട്രൈ ചെയ്യണ്ട കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് സക്സസ് ആയ ഹൽവയുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞുതരാം. ഞാൻ നെക്സ്റ്റ് ടൈം വിജയിച്ച ഒരു ഹൽവയായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.